അവർ എത്ര ദൃഷ്ടാന്തം കണ്ടാലും എത്ര തെളിവ് കിട്ടിയാലും അവർ വിശ്വസിക്കൂല നബിയേ. ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ലിൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. അതേ വലിയ ചങ്ങലകൾ, ആ ചങ്ങലകൾ കൊണ്ട് കൈകൾ കഴുത്തിലേക്ക് പിടിച്ച് കൂച്ചി വിലങ്ങിട്ട് കൈകൾ പിടിച്ച് കെട്ടിയിട്ട് ആ ചങ്ങലകൾ താടിയെല്ല് വരെ ഇരുമ്പിന്റെ ചങ്ങലകൾ നിലനിൽക്കുന്നതിനാൽ തല താഴ്ത്താൻ കഴിയാതെ തലയിങ്ങനെ പൊക്കി നിന്നിട്ട് എങ്ങനെയാണ് നടക്കേണ്ടത്, നടക്കുന്ന സ്ഥലത്ത് എന്താണ് എനിക്ക് പ്രയാസമുള്ളത്, നടക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണെന്ന് നോക്കാൻ കഴിയാതെ തലയിങ്ങനെ പൊക്കി നിൽക്കുന്ന കക്ഷികൾ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദം വമിൻ ഖൽഫിഹിം സദ്ദാ, വഴിയറിയാൻ നേരെ മുന്നിൽ നന്മയിലേക്ക് ചെന്നടുക്കാനുള്ള തടസ്സം അഥവാ വിജ്ഞാനത്തിന്റെ പ്രകാശത്തിന് പകരം ചിന്തയില്ലായ്മയുടെ, ബുദ്ധിശൂന്യതയുടെ, അറിവില്ലായ്മയുടെ ഇരുട്ടാകുന്ന മറ കൊണ്ട് മുൻഭാഗത്ത് തടസ്സമാണവർക്ക്. വമിൻ ഖൽഫിഹിം സദ്ദാ, അവരെ പിന്നിലും അതേ വെളിച്ചം നൽകുന്നതിലേക്ക് ചെന്നെത്താൻ കഴിയാതെ അതേ അറിവ് കേടിന്റെ, വിവരക്കേടിന്റെ, ചിന്താശൂന്യതയുടെ ഇരുട്ടിന്റെ സദ്ദാണ്, മറയാണ്. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അതുകൊണ്ട് ഇരുളുകളാകുന്ന അറിവ് കേടിന്റെ ഇരുളുകളെ കൊണ്ട് അവരെ നമ്മൾ പൊതിഞ്ഞിരിക്കുന്നു. അവർക്കൊന്നും കാണേണ്ടത് കാണാൻ കഴിയാത്തവരായി, ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ കഴിയാത്തവരായി, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാൻ കഴിയാത്തവരായി അവരതപ്പതിച്ചു പോയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ. അങ്ങനെയുള്ളൊരു സമൂഹമാണ് അങ്ങയ്ക്ക് മുമ്പിലുള്ളത്. പറഞ്ഞതുപോലെ തന്നെ അന്ന് ആ സമയത്ത് അവിടെ കൂടെയുണ്ടായിരുന്ന കക്ഷികൾ ഫലം യുഅ്മിൻ മിൻ ദാലിക നഫരി അഹദുൻ, ചരിത്രം രേഖപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കല്ലുമെടുത്ത് നബി തങ്ങളെ ആക്രമിക്കാൻ വന്ന ആ സമൂഹത്തിൽ നിന്ന് ഒരൊറ്റ മനുഷ്യനും പിന്നെ സന്മാർഗം പ്രാപിച്ചിട്ടില്ല, ഈമാൻ അവർക്ക് ലഭിച്ചിട്ടില്ല. ഇനിയും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അവിടെ ഒരു കാര്യം കൂടി റബ്ബ് പറയുകയാണ്. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഓ നബിയെ, അങ്ങയെ അല്ലാഹു തആല നിയോഗിച്ചയച്ചത് സന്മാർഗം കാണിക്കാനാണ്, പഠിപ്പിക്കാനാണ്. അത് ഉൾക്കൊള്ളാത്തവർക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ വളരെ പ്രയാസപൂർണമായ, വളരെ ബുദ്ധിമുട്ടുള്ള ശിക്ഷയുണ്ടെന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അതിന്റെ പേരിൽ അവരത് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങയ്ക്ക് പ്രതിഫലത്തിനൊരു കുറവുമില്ല, അങ്ങയുടെ മഹത്വം വർദ്ധിക്കുന്നതിനൊരു ചുരുക്കവുമില്ല. തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തേക്ക് ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. തങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. ലാ യുഅ്മിനൂൻ, അവര് സത്യം വിശ്വസിക്കൂല, സത്യത്തിലേക്ക് അവര് വരൂല. അർത്ഥവത്തായൊരു വാചകമാണത്. സവാഉൻ അലൈക എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഓ നബിയെ, തങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും തങ്ങൾക്കൊരുപോലെയാണെന്നല്ല പറഞ്ഞത്. കാരണം തങ്ങൾ താക്കീത് ചെയ്യുന്നതിന് വേണ്ടി, തങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി തങ്ങൾ എത്ര ചലനം നടത്തുന്നുണ്ടോ,
എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടോ, ഏതെല്ലാം തെറികൾ കേൾക്കുന്നുണ്ടോ, ഏതെല്ലാം അക്രമങ്ങൾ നേരിടുന്നുണ്ടോ, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടോ, എന്തെല്ലാം യാത്രകൾ ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ, അവിടുന്ന് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, അതിനെല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ അങ്ങേക്ക് സ്ഥാനം വർദ്ധിക്കുന്നുണ്ട്, അങ്ങേക്ക് പവർ വർദ്ധിക്കുന്നുണ്ട്, അങ്ങേക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ വെറുതെ ഇരുന്നാലും അതുപോലെ പ്രബോധന പ്രവർത്തനം നടത്തിയാലും തങ്ങൾക്കൊരുപോലെയല്ല, തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിനെല്ലാം അങ്ങേക്ക് പ്രതിഫലമുണ്ട്. അതേ സമയത്ത് അപ്പുറത്തിരിക്കുന്ന കക്ഷികൾ, അതേ നബിയെ അങ്ങയുടെ ശത്രുഭാഗത്തിരിക്കുന്ന കക്ഷികൾ, ചിന്തിക്കാൻ തുനിയാത്ത, ആലോചിക്കാൻ തുനിയാത്ത ആ കക്ഷികൾ സവാഉൻ അലൈഹിം, അവർക്ക് സമമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. അഅൻദർതഹും അം ലം തുൻദിറുഹും, തങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്തേ ലാ യുഅ്മിനൂൻ. പടച്ച റബ്ബ് നരകത്തിന് വേണ്ടി തന്നെ, അഥവാ നരകത്തിലാകുമെന്നവന്റെ തീരുമാനത്തിൽ, അവന്റെ അറിവിൽ നേരത്തെ തന്നെ അറിയുന്ന കക്ഷികൾ ഒരിക്കലും സന്മാർഗം ചിന്തിക്കൂല, അല്പവും ഞങ്ങൾ ആ ഭാഗം തിരിഞ്ഞു നോക്കൂല എന്ന് തീരുമാനിച്ച ഈ കക്ഷികൾ അവർക്ക് എന്ത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താലും അവർക്ക് തുല്യമാണ് നബിയേ. അങ്ങനൊരു കൂട്ടര് അന്ത്യനാൾ വരെ ഈ ലോകത്തുണ്ടാകും. എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും തെളിഞ്ഞിട്ടില്ലെന്ന് പറയുന്നവർ, എത്ര തെളിവ് കാണിച്ചു കൊടുത്താലും അത് തെളിവല്ലെന്ന് പറയുന്നവർ, അതേ തെളിഞ്ഞിട്ടില്ലെന്ന് വാദിക്കുന്നവർ, അങ്ങനെ സത്യത്തിന്റെ വിരോധികളായി ഒരു കൂട്ടര് നിങ്ങൾ എത്ര തന്നെ പ്രബോധന പ്രവർത്തനം നടത്തിയാലും ഇവിടെ ഉണ്ടാകും നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തങ്ങളുടെ അനുയായികളിൽപ്പെട്ട അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങൾക്കും വലിയ ഒരു വിഷയമാണ് അല്ലാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ബാധ്യതയാണ്, നിങ്ങൾ നിങ്ങൾക്ക് തന്ന ദൗത്യം നിർവഹിക്കണമെന്നത്. അവിടെ മറ്റുള്ളവർ നന്നാകുമോ ഇല്ലേ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമല്ല, നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുമില്ല. അവരിൽ ഒരു കൂട്ടരെപ്പോഴും എത്ര പറഞ്ഞാലും നന്നാകാത്തവരുണ്ടാകും. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും. അതേ സമയത്ത് നിങ്ങളെ നിയോഗിച്ച് പറഞ്ഞേച്ചതാണ് ഇന്നക ലമിനൽ മുർസലീൻ. തങ്ങൾ അയക്കപ്പെട്ട വ്യക്തിയാണ്. എന്തിനാണ് പറഞ്ഞയച്ചത്? സമൂഹം സ്വീകരിക്കുന്നവരാകട്ടെ സ്വീകരിക്കാത്തവരാകട്ടെ അത് തങ്ങൾ നോക്കേണ്ടതില്ല. തങ്ങളെ ഏതൊരു ദൗത്യവും കൊണ്ടാണോ നിയോഗിച്ചയച്ചത് ആ അയക്കപ്പെട്ട ദൗത്യം അവിടുന്ന് അങ്ങ് നിർവഹിച്ചേക്കണം. സത്യം തുറന്ന് പറഞ്ഞേക്കണം, സത്യം തുറന്ന് പറഞ്ഞേക്കണം. അതിന് തെളിവുകൾ അതാ കാണിച്ചു കൊടുത്തേക്കണം, ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിച്ചു കൊടുത്തേക്കണം. അവിടുത്തേക്ക് ഏൽപ്പിക്കപ്പെട്ടതൊക്കെ അവിടുന്ന് അങ്ങ് ചെയ്തേക്കണം. അല്പവും വിഷമിക്കേണ്ടതില്ലല്ലോ. അലാ സിറാത്തിൻ മുസ്തഖീം, തങ്ങൾ നേരെ ചൊവ്വയുള്ള വഴിയിലാണല്ലോ. അങ്ങേക്ക് ഒരു മനസ്സാക്ഷി കുത്തുമില്ലല്ലോ. കാരണം ഞാൻ അംഗീകരിക്കുന്നത് സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് സത്യത്തിലേക്കാണ്, ഞാൻ ഉൾക്കൊള്ളുന്നത് സത്യമാണ്. ഇത് ഉറപ്പിച്ചുകൊണ്ട് നേരായ മാർഗത്തിലേക്ക് ജനങ്ങൾക്ക് പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ അറിയാമല്ലോ, അസീസും റഹീമുമായ അല്ലാഹ്, അതേ ഉന്നതനായ റബ്ബ്, കാരുണ്യം ചെയ്യുന്ന റബ്ബ്, അവന്റെ ഔന്നത്യം കൊണ്ട് ഏത് നടപടിയും സ്വീകരിക്കാൻ അവന് കഴിയും. പക്ഷേ അവന്റെ കാരുണ്യം അവന്റെ കോപത്തെ മറികടക്കുന്ന കാരുണ്യമാണ്. അതുകൊണ്ട് പെട്ടെന്നവൻ ശിക്ഷ നടപ്പാക്കിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള റബ്ബിന്റെ പ്രതിനിധിയല്ലേ അവിടുന്ന്. അതുകൊണ്ട് തന്നെ അതറിവില്ലാത്ത ജനങ്ങൾ കുറെ ഉണ്ട്. ആ ജനങ്ങളുടെ പിതാക്കൾക്കൊന്നും താക്കീത് നൽകാൻ ഒരു പ്രബോധകൻ വന്നിട്ടില്ല. അതുകൊണ്ട് തങ്ങൾ പ്രബോധന പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങണം. അങ്ങനെ നീങ്ങുമ്പോൾ എല്ലാവരും നന്നാകും അങ്ങനെ ധരിക്കേണ്ടതില്ല. ഒരു കൂട്ടരെന്തായാലും നന്നാകൂല എന്ന് ഉറപ്പിച്ചു വെച്ചോ നബിയേ. പക്ഷേ അതിന്റെ പേരിൽ അവിടുന്ന് പഠിപ്പിക്കേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റൂല, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ പറ്റൂല. ഏൽപ്പിക്കപ്പെട്ട ദൗത്യം കൃത്യമായി നിർവഹിക്കപ്പെടണം. അതിന് ഒരു മടിയും തോന്നാൻ പാടില്ല.
ആരെങ്കിലും നന്നായില്ലെങ്കിൽ നിരാശ തോന്നാനും പാടില്ല. അത് റബ്ബിന്റെ തീരുമാനത്തിന് വിട്ടേക്കണം. അവിടുന്ന് അവിടുത്തേക്ക് ഏൽപ്പിച്ച ദൗത്യമങ്ങ് നിർവഹിച്ചേക്കണം. ഓ സുഹൃത്തുക്കളെ, ലോകം മുഴുക്കെ അന്ത്യനാൾ വരെ സത്യത്തിന്റെ പ്രബോധകരായി പ്രവർത്തിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും സൂറത്ത് യാസീൻ സർവപ്രബോധകന്മാരുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധനം ചെയ്തുകൊണ്ടുള്ള ഈ വാക്യങ്ങളിലൂടെ ധൈര്യം പകരുകയാണ്, സ്ഥൈര്യം നൽകുകയാണ്. പണ്ഡിതന്മാർക്ക്, ദീനീ പ്രബോധന പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകന്മാർക്ക്, ദീനിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക്, ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക്, ശത്രുക്കളുടെ കുത്തും വെട്ടും കൊള്ളുന്നവർക്ക്, തെറികളും ചീത്തകളും കേൾക്കുന്നവർക്ക്, ഒരുപാട് പ്രയാസങ്ങൾ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കുറ്റവും കുറവും പറയാനുണ്ടോ അത് മുഴുവനും അതാ സത്യത്തോട് ഒരു കൂറും പുലർത്താതെ പറഞ്ഞ് പരത്തുന്നവർ, അങ്ങനെയുള്ള ഏത് കക്ഷികൾ ഏത് കൂട്ടത്തിലുണ്ടായിരുന്നാലും അതൊന്നും തന്നെ നിങ്ങൾ വിലവെക്കേണ്ടതില്ല. നിങ്ങൾ നേരായ മാർഗത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി ആർക്കാണോ വിവരമില്ലാത്ത ജനങ്ങളുള്ള പ്രദേശങ്ങൾ ഏതാണോ, വിവരമില്ലാത്ത ജനങ്ങൾ അതാ പ്രവർത്തിക്കുന്ന മേഖലകൾ എവിടെയാണോ, അങ്ങനെ കാര്യം മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മനസ്സിലാകാൻ ഉതകുന്ന വിധം പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങണം. സൂറത്ത് യാസീൻ